നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹത്തിന് ആപത്ത് ഒഴിയുന്നേ ഇല്ലല്ലോ. തുടരെ തുടരെ ഇങ്ങനെ ഓരോന്ന്. പാർവതി, ദൈവമേ, എങ്ങനെയാ ഞാനിത് ദൈവമ്മയോട് പറയാ? ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. കാരണമറിയാത്തൊരു ഭയം എന്റെ ഉള്ളിലും ഉണ്ടായി. പാർവതി മനക്കണ്ണിൽ കണ്ട കാഴ്ച എന്താണെന്ന് അവ്യക്തമായി ഞാൻ അറിയുന്നു. ദൈവമേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അദ്ദേഹത്തിന് എനിക്കത് പറയാൻ കഴിയുന്നില്ല. ദൈവമേ, ഒരിക്കലും കാണാൻ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാഴ്ചയത്. മോൾ പേടിക്കണ്ട, ദേവി മുന്നറിയിപ്പ് തന്നതല്ലേ. അങ്ങനൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, മുൻകരുതൽ എടുക്കണമെന്ന്. കണ്ടത് മോള് പറയ, എങ്കിലല്ലേ നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയൂ. എല്ലാവരും ചുറ്റിനും ഇരുന്ന് കരയാ. അപ്പോ ഒരു പെൺകുട്ടി വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് പൂ വെച്ചു. എന്താ ദൈവമേ അതിനർത്ഥം? അതിനൊരർത്ഥമേ ഉള്ളൂ പാർവതി. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാരണം വിശാലിന് അപകടമുണ്ടാകുമെന്ന്. ഇനി എന്താ ദൈവമേ ചെയ്യാ? ഞാനിത് പറഞ്ഞ അദ്ദേഹം മാത്രമല്ല, ആരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ കള്ളം പറയുന്നതാണെന്ന് അവരൊക്കെ കരുതും. വിശാലിന് നേർക്ക് അപകടം വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയാറുള്ളത് തന്നെയാ എനിക്കിപ്പോഴും മോളോട് പറയാനുള്ളൂ. നീയാണ് അവന്റെ കാവൽ, നീയാണ് അവന്റെ രക്ഷ. എന്റെ കൺമുന്നിലൂടെയാണ് ആപത്ത് വരുന്നതെങ്കിൽ ഞാൻ ദൈവമയ്ക്ക് വാക്കു തരാം. എന്റെ ജീവൻ എടുത്തതിന് ശേഷമേ ആ ആപത്തിന് അദ്ദേഹത്തെ തൊടാൻ കഴിയൂ. മതി, നിന്റെ ഈ വാക്ക് മതി എനിക്ക്. നീയാണ് എന്റെ ധൈര്യം. ദൈവമയുടെ പ്രാർത്ഥന ഉണ്ടാവണം. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.